അങ്ങനെ കുറെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തെരഞ്ഞെടുത്തു. വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് വൈകിയാലും നല്ല തീരുമാനം എടുത്തുകൊണ്ട് മന്ത്രിയെ പ്രഖ്യാപിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത്, കാരണം ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞങ്ങളെ നാട്ടില് ബാപ്പുട്ടിക്ക് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങൾ ബാപ്പുട്ടി എന്ന് വിളിക്കുക, ഷൗക്കത്തിന് വേണ്ടി ഞാൻ പേഴ്സണലായി വോട്ട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാപ്പുട്ടിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെല്ലുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ പറയാനുള്ള കാരണം, നമ്മുടെ കോൺഗ്രസ് പാർട്ടി 10 വർഷത്തിന് ശേഷമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പല സ്ഥലത്തുനിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ, സന്ദീപ് വാര്യർ ആകട്ടെ, എൻ്റെ ശബ്ദം നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിൽ, MLA മാരും കോൺഗ്രസ് പ്രവർത്തകന്മാരും ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ നമ്മുടെ നേതാക്കന്മാർക്ക് നിർദ്ദേശം കൊടുക്കണം. അവർ കേൾക്കാതിരിക്കെ, സ്വീകരിക്കാതിരിക്കെ, അത് വേറെ കാര്യം, അത് അവരിഷ്ടം. പക്ഷെ ഇനി ഒരു പരാജയമില്ലാതെ നിൽക്കാനും, ഇനി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് വോട്ട് ചോദിക്കാൻ ചെല്ലേണ്ടത്. കാരണം നമ്മൾ പല സന്ദർഭത്തിലും പല രാജ്യത്തും പല ആളുകളും വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ആട്ടി ഓടിക്കുന്ന, ബംഗാളിലൊക്കെ നമ്മൾ കണ്ടു ആട്ടി ഓടിക്കുന്ന രംഗങ്ങളൊക്കെ. അതേപോലെ തന്നെ വരുന്നുണ്ട് വോട്ട് ചോദിക്കാനൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ വോട്ട് ചോദിക്കുകയും വോട്ടിൽ വിജയിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പറഞ്ഞ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഈ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ആദ്യം ശ്രമിക്കണം. നിങ്ങൾ ജനങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതൊരു കളിയും വിനോദവും വെറും വാക്കായി മാറരുത്. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്രാവശ്യം കോൺഗ്രസിന്റെ കയ്യിൽ കേരളത്തിനെ കൊടുത്തിട്ടുള്ളത്. അതിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ ഭംഗിയായി തെരഞ്ഞെടുത്തു. ഇനി നിങ്ങൾ ഭരിക്കേണ്ടതാണ്. ഭരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ വോട്ട് ചെയ്ത വ്യക്തിക്കും അവകാശമുണ്ട് നിങ്ങൾ ഭരിക്കുന്ന ആ ഭരണം നല്ലതായിരിക്കണമെന്നും, ജനങ്ങൾക്ക് മുഴുവനും പാർട്ടി നോക്കാതെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും നന്മ ചെയ്യണമെന്നും, നന്മ ചെയ്തുകൊണ്ട് ആ നന്മ നിങ്ങൾ പ്രകടിപ്പിക്കുകയും കാണുകയും ചെയ്യണം. ജനങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ കാൽവെപ്പുകൾ മുന്നോട്ട് വെക്കുക. പിഷാരടി പോലുള്ള ആളുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ എക്സ്പീരിയൻസുള്ള ആളുകൾ ബാക്കിൽ നിന്നൊരു ടീം വർക്ക് ആയിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ടീം വർക്കായിക്കൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ആ ടീം, അത് ചെറിയ പദവിയിലുള്ള ആളാണ് നിങ്ങളോട് അഭിപ്രായം പറയുന്നതെങ്കിലും, മുതിർന്ന ആളുകൾ അതിനെ നിസ്സാരമായി കാണാതെ ആ MLA-മാർ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. ആ പരിപാടി ചെയ്താൽ ഗുണമുണ്ടാവുക ദോഷമുണ്ടാവുക, ഒരുമിച്ചിരുന്നു കൊണ്ട് ആലോചിച്ച് ചെയ്താൽ തീർച്ചയായും അടുത്ത വർഷം നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സന്ദർഭത്തിൽ വഷളാകേണ്ടി വരില്ല, കുറവാകേണ്ടി വരില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് കാണിച്ചു കൊടുത്തുകൊണ്ട് വോട്ട് മേടിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ അങ്ങനെ വോട്ട് തെരഞ്ഞ് പല ആളുകളായിട്ടും സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ കോൺഗ്രസ്സുകാരും മറ്റുള്ളവർ വേറെ പാർട്ടിക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം നമുക്ക് വർത്താനം പറയേണ്ടി വരും. പക്ഷെ ഞാൻ മാന്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും. കാരണം ബാപ്പുട്ടിയിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. മലപ്പുറം ബാപ്പുട്ടി ആര്യാടൻ ഷൗക്കത്തിൽ ഞങ്ങൾക്ക് ആ MLA-യിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. അവൻ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും, കാരണം കോൺഗ്രസിന്റെ കയ്യിലാണല്ലോ കേരളം മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഓരോ മുക്കും മൂലയും നിങ്ങൾ എത്തിപ്പെടണം. ആ സ്ഥലത്ത് പോവണം, അവരുടെ പ്രയാസങ്ങൾ കാണണം, കണ്ടതിന് ശേഷം അതിന് പരിഹാരം ഉണ്ടാകണം. അത് നിങ്ങൾ ടീം വർക്ക് പോലെ ചെയ്യണമെന്ന് വളരെ വിനീതമായി വോട്ട് രേഖപ്പെടുത്തിയ
ഒരു വോട്ടർ എന്ന നിലക്ക്, ഒരു കോൺഗ്രസ്കാരൻ പ്രവർത്തകൻ എന്ന നിലക്ക് എൻ്റെ വാക്കുകൾ കേൾക്കുക. എനിക്ക് പറയാൻ അതിന് അവകാശമുണ്ട്. എൻ്റെ കുടുംബം മുഴുവനും ഷൗക്കത്ത് കൈപ്പത്തിക്ക് വാപ്പുട്ടിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പന്ത്രോളിയാണ് ഞങ്ങളുടെ കുടുംബം. ഇത് ഞാൻ പറയാനുള്ള കാരണം ഷൗക്കത്തിന് ശരിക്കറിയാം പന്ത്രോളി കുടുംബം. ഈ പന്ത്രോളി കുടുംബം നിലമ്പൂരാണ്. കൃത്യമായിട്ട് ഞങ്ങൾ മുഴുവൻ ആളുകൾ ഷൗക്കത്തിന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഷൗക്കത്തിനും അറിയാം. അതുകൊണ്ട് വിനീതമായി കോൺഗ്രസ് പ്രവർത്തകന്മാരോടും മന്ത്രിമാരോടും പറയാനുള്ളത്, നിങ്ങൾ നല്ല പ്രവർത്തനം കാഴ്ചവെക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഈ സന്തോഷത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഓർക്കുക, എന്തിനാണ് നിങ്ങളെ വിജയിപ്പിച്ചത് എന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുക. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ബാപ്പുട്ടിന്റെ കൂടെയുള്ളത്, അത് ഞാൻ ഇടും. വോട്ട് ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. ബാപ്പുട്ടിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോവും ബാപ്പുട്ടിക്ക് വേണ്ടി ഞാൻ വോട്ട് ചോദിച്ചതും പല വീഡിയോസും ഉണ്ട്. അതിൽ ഈ ഒരു വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാപ്പുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പന്ത്രോളി തറവാടിന്റെ വക, പന്ത്രോളി കുടുംബത്തിന്റെ വക, തറവാടിന്റെ വക ഞാൻ ബാപ്പുട്ടിക്ക് ആശംസകൾ നേരുന്നു. ഇനി നമ്മുടെ നാട്ടിൽ ബാപ്പുട്ടിയുടെ പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആര്യാടൻ ഷൗക്കത്തിന് നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ യൂട്യൂബിലൂടെ നല്ലൊരു മാറ്റത്തിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.